അതുകൊണ്ട് ചാരായം കുടിക്കരുതേ, ദാനം നശിച്ചിടും, മാനക്കേട് ഭവിച്ചിടും. അതുകൊണ്ട് ചാരായം കുടിക്കരുതേ. ഉദ്യോഗസ്ഥനായാലും വിദ്വാനായിരുന്നാലും ഗദ്യവത്തെ കൃതിക്കൊക്കെ ഗണ്യനായി ഭവിച്ചാലും മദ്യപാനം തുടങ്ങിയ സമ്പാദ്യമെല്ലാം നശിച്ചിടും. അതുകൊണ്ട് ചാരായം കുടിക്കരുതേ, ധനം നശിച്ചിടും, മാനക്കേട് ഭവിച്ചിടും. അതുകൊണ്ട് ചാരായം കുടിക്കരുതേ. ഇന്ന് ഈ ദേശത്തോട് സ്വന്തമായ ഒരു കാര്യം പറയാം. മദ്യത്തിനടിമയായി, മയക്കുമതിനടിമയായി, MDMA പോലുള്ള ലഹരി പദാർത്ഥയ്ക്ക് അടിമയായി ഓരോ ദിവസവും നമ്മുടെ തലമുറകൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ നിത്യനാശത്തിലേക്ക് പോകുമ്പോൾ അവിടെ നിന്ന് മനുഷ്യനെ മാറ്റം വരുവാൻ കഴിയുമോ എന്നോർത്ത് ആയിരിക്കുന്നുവെങ്കിൽ അവിടെ നിന്ന് മാറ്റം വരുത്തുന്ന ഒരു മാർഗമാണ് സുവിശേഷം എന്ന് പറയുന്നത്. എന്താണ് സുവിശേഷം എന്ന് ഉത്തരം നല്ല വാർത്തയാണ് സുവിശേഷം. എന്താണ് സുവിശേഷം അറിയാമോ? മദ്യത്തിന് അടിമയായി ജീവിക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിന്റെ അകത്ത് നിങ്ങൾക്കറിയാമോ? കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ അടുത്തൊരു സംഭവം പറയാം. ഒരു നല്ലൊരു ചെറുപ്പക്കാരൻ, നല്ല ജോലി ചെയ്യുന്ന ചെറുപ്പക്കാരൻ, അതൊരു ചങ്കിരിവേദന ഉണ്ടായി. അവിടെ എല്ലാവരും പറഞ്ഞു നീ ആശുപത്രി പോയി മരുന്ന് മേടിക്ക്. അപ്പൊ അവൻ പറഞ്ഞു വേണ്ട. അവൻ അന്നും വൈകുന്നേരം പോയി അല്പം മദ്യം കഴിച്ചിട്ട് കിടന്നുറങ്ങി. രാവിലെ പ്രഭാതയാമത്തിൽ അവൻ കട്ടിനകത്ത് മരിച്ചെടുക്കുന്ന സംഭവം കാണാൻ ഇടവന്നത്. സ്നേഹിത, മദ്യം നമ്മൾ നശിപ്പിക്കും. നമ്മുടെ കുഞ്ഞുങ്ങളെ, കുടുംബങ്ങളെ എല്ലാം കാർന്നു തിന്നുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞ ക്യാൻസർ പോലെ മാരകമായി മനുഷ്യനെ നശിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അത് ലഹരിയുടെ ഉപയോഗമാണ്. ഇന്ന് പകൽ ഞാൻ പറയുന്നത് ശാന്തമായി പറയുക. നിങ്ങൾ എത്ര വിമർശിച്ചാലും ഞാൻ കുഴപ്പമില്ല. ഒരു കാര്യം പറയാം, മദ്യം നിന്നെ നശിപ്പിക്കും. മയക്കുമരുന്ന് നിന്നെ എന്നേക്കും നഷ്ടം വരുത്തും. ആ പാടിനകത്ത് ഇങ്ങനെ പറയുന്നു, ഉദ്യോഗസ്ഥനായാലും വിദ്വാനായിരുന്നാലും എത്ര കഴിവ് നിനക്കുണ്ടെങ്കിലും, എത്ര ഡോക്ടറേറ്റ് ഉണ്ടെങ്കിലും, എത്ര ഡോക്ടർമാരായാലും നീ മദ്യത്തിനടിമയാണെങ്കിൽ നിന്റെ കുടുംബം നശിച്ചു പോകും. നിന്റെ ജീവിതം ചിലപ്പം ഇടയ്ക്ക് വെച്ച് അവസാനിപ്പിക്കേണ്ടി വരുമെന്ന കാര്യം മറന്നു പോകരുത്. അവിടെ ഒരു ചാർജിങ്ങൾ പറഞ്ഞിങ്ങനെയാണ്, ഷാപ്പിൽ കയറി കുടിച്ച് വേലി പിടിച്ചൊടിച്ച് പോലീസുകാർ പിടിച്ച് സ്റ്റേഷനിൽ കൊണ്ടടച്ച് വേണ്ടുപോലെ മുതുകിലിട്ട് ഇരിക്കുമെന്ന്. അതുകൊണ്ട് ചാരായം കുടിക്കരുത്. ഇന്ന് പകൽ ശാന്തമായി ചോദിക്കട്ടെ, ഇത് പറയാൻ കാരണം എന്തെന്ന് ചോദിച്ചാൽ, മദ്യത്തിനടിമ എന്നൊക്കെ മനുഷ്യന് രക്ഷപ്പെടാൻ കഴിയുന്നില്ല. ആ പറയുന്നു എനിക്ക് നാളെ മദ്യപിക്കണം എന്നോർത്ത് വേണ്ടിട്ട് കടന്നു പോകുന്നത്. എന്നാൽ ഇന്ന് പകൽ ദേശത്തോട് ശാന്തമായി പറയാം, അവിടെ നിന്ന് മാറ്റം വരുത്തുന്ന ഒരു മാർഗമുണ്ട്. ആ മാർഗമാണ് യേശു ക്രിസ്തുവിന്റെ സുവിശേഷം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് കവലതോട് നിന്നുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയാൻ കാരണമെന്ന് ചോദിച്ചാൽ, ഒരു കാലത്ത് നാടിനും നാട്ടുകാർക്കും വീടിനും വീട്ടുകാർക്കൊക്കെ ഭാരമായി ജീവിച്ചവരാ ഞങ്ങള്. പോലീസുകാരുടെ അടികൊണ്ടോ അവർ തന്നെ പെറ്റി കേസ് കൊണ്ടോ ഞാൻ ജീവിതത്തിൽ മാറ്റം വരുത്തിയില്ല. ഞങ്ങളുടെ ജീവിതത്തിലെ മാറ്റം വരുത്തിയ ഒറ്റ മാർഗം യേശു ക്രിസ്തുവിന്റെ മാർഗമാണ്. അതുകൊണ്ട് ഈ പരിചയം എന്ന സ്ഥലത്തിൽ നിന്നുകൊണ്ട് ചങ്കുറപ്പോടെ ഞാൻ വിളിച്ചു പറയാം, ഞങ്ങളുടെ ജീവിതത്തിനകത്ത് സമാധാനം തരാനും സന്തോഷം തരാനും കഴിയുന്ന ഒറ്റ മാർഗമുണ്ടെങ്കിൽ ആ മാർഗത്തിന്റെ പേര് യേശു ക്രിസ്തുവിന്റെ സുവിശേഷം. ഈ സുവിശേഷം ഏത് കാലഘട്ടത്തിലും ഏത് സ്ഥലത്തും ഇത് പ്രസംഗിക്കപ്പെടാൻ കാരണമെന്ന് ചോദിച്ചാൽ, ഈ സുവിശേഷം ചെന്ന സ്ഥലത്തൊക്കെയും വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാമോ, ഞങ്ങൾ ഉയർത്തി കാണിക്കുന്ന കർത്താവ് യേശുവിന്റെ പ്രത്യേകത പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്താം. നിങ്ങൾക്കറിയാമോ, യേശുവിന്റെ ജനനം ഒരു അത്ഭുതമായിരുന്നു. 2000 അല്ലെങ്കിൽ ഡിസംബർ മാസം 25-ാം തീയതി യേശുവിന്റെ ജനനം ലോകം മുഴുവൻ കൊണ്ടാടുകയാണ്. യേശു ഈ ഭൂമിയിൽ ഒരു മനുഷ്യനെ അവതരിച്ചു. എന്തിനാണ് യേശു ഈ ഭൂമിയിൽ ഒരു മനുഷ്യനെ അവതരിച്ചത്? ഉത്തരം ഒന്നേ ഉള്ളൂ. യേശുവിന്റെ ജനനത്തിങ്കൽ മാലാഖമാർ പാടുന്നത് ഇങ്ങനെയാണ്, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം. യേശു ജനിച്ചത് മാനവരാശിക്ക് ഒരു സമാധാനത്തിന് വേണ്ടിയാണ് കർത്താവ് യേശു ഈ ഭൂമിയിൽ അവതരിച്ചത്. എന്നാൽ ഏകദേശം 33 തിരുവയസ്സ് വരെ കർത്താവ് യേശു ഈ ഭൂമിയിൽ ജീവിച്ചു. അനേക അത്ഭുതങ്ങൾ അടയാളങ്ങൾ ചെയ്തുകൊണ്ട് യേശു തന്നെ വീര്യപ്രവർത്തി വെളിപ്പെടുത്തി. അങ്ങനെ 33 തിരുവയസ്സിൽ യേശു മരിക്കണമെന്ന് പിതാവായ ദൈവത്തിന് ഇഷ്ടമായിരുന്നു. എന്തുകൊണ്ടാണ് യേശു മരിക്കാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ അതിന്റെ കാര്യം നമ്മൾ അറിയണം. നിങ്ങൾക്കറിയാമോ, കർത്താവ് യേശു ഒരു മനുഷ്യനെ
അടിക്കാൻ അല്ലെങ്കിൽ അവരെ കുറ്റത്തിന് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ റോമ ഗവൺമെന്റ് നിയമം അനുസരിച്ച് അവനെ റാബോർ വളർന്നു നിർത്തും. അവന്റെ പുറത്ത് ചാട്ടവാറുകൾ ആഞ്ഞുപതിക്കും. 139 അടി യേശുവിന്റെ പുറത്ത് ആഞ്ഞുപതിച്ചു. അസ്ഥികളും ഈയക്കട്ടകളും ചൂണ്ടക്കൊടുകളും നിറഞ്ഞ 2 ചാട്ടവാറുമായി 2 പട്ടാളക്കാർ വന്ന് യേശുവിന്റെ പുറത്ത് ചാട്ടവാർ ആഞ്ഞുപതിച്ചു. തീർന്നില്ല. അങ്ങനെ കർത്താവ് യേശു അവിടെ നിന്ന് വീണ്ടും എഴുന്നേറ്റ് പച്ച പൈമര കുരിശുമായി യേശു കടന്നു പോകുകയാണ്. യേശു കടന്നു പോകുമ്പോൾ അനേക സ്ത്രീകൾ യേശുവിന്റെ ഒപ്പം കരഞ്ഞുകൊണ്ടിരുന്നു. കരയുന്ന സ്ത്രീകളെ നോക്കിക്കൊണ്ട് യേശു പറഞ്ഞെങ്ങനെയാണ്, യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ തലമുറയെ ചൊല്ലി കരയുവിൻ. ഇന്ന് പകൽ ഈ പരിചയം ദേശത്തോട് കാര്യം വിളിച്ചു പറയാം. ഇന്ന് പകൽ ഞങ്ങളെ വിമർശിക്കുന്നവരൊക്കെ ഞാൻ ഒരു കാര്യം വിളിച്ചു പറയാം. ഇന്നേക്ക് 2026 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവായ യേശു പാലസ്തീന്റെ പച്ചമണ്ണിൽ നിന്നൊരു വിളിച്ചു പറഞ്ഞു, യേശുവിന്റെ പേര് പറഞ്ഞ ആരും കരയേണ്ട, യേശുവിന് വേണ്ടി ആരും കരയേണ്ട. പിന്നെ ആർക്ക് വേണ്ടി കരയണം? നശിച്ചു പോകുന്ന നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി കരയണം. സ്നേഹിത, പത്രം കൊടുത്ത് വായിക്കണം, സോഷ്യൽ മീഡിയക്ക് നിങ്ങൾ കേൾക്കാൻ നിങ്ങൾക്കറിയാമോ? 4ാം ക്ലാസ് മുതൽ എത്ര കുഞ്ഞുങ്ങളാണ് ആത്മഹത്യ ചെയ്യുന്നത്? +2 പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്യുന്നു. നഴ്സിംഗിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം പത്രത്തിൽ വായിച്ച കാര്യം ഇങ്ങനെയാണ്, നമ്മുടെ കാസർഗോഡ് ഡിഗ്രി പഠിക്കുന്ന ഒരു പെൺകൊച്ച് ആത്മഹത്യ ചെയ്തു. ഓരോ ദിവസവും ആത്മഹത്യയുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. അതില് ഏറ്റവും കൂടുതൽ ഒരു 18 വയസ്സിന് താഴെയുള്ള ഒത്തിരി കുഞ്ഞുങ്ങളാണ് ആത്മഹത്യ ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽ ദേശത്തോട് പറയാം, ഇന്ന് പകൽ നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി ഇന്ന് പകൽ നിങ്ങളൊന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. നമ്മുടെ തലമുറകൾ നശിച്ചു പോകരുത്. ഇടയ്ക്ക് വെച്ച് അവരുടെ ജീവിതം അവസാനിപ്പിക്കരുത്. അവരുടെ ജീവിതത്തിൽ വരെ സമാധാനം ഉണ്ടാകാൻ, സന്തോഷം ഉണ്ടാകാൻ ഇന്ന് ഞാൻ പറയുക, ഇന്ന് തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചേ മതിയാകൂ, തലമുറയ്ക്ക് വേണ്ടി കരഞ്ഞേ മതിയാകൂ. നമ്മുടെ തലമുറകളെല്ലാം അവർ അനുഗ്രഹിക്കപ്പെടണം. ഇതാണ് 2026 വർഷങ്ങൾക്ക് മുമ്പ് യേശു വിളിച്ചു പറഞ്ഞു, യേശുവിന്റെ പേര് പറഞ്ഞ ആരും കരയേണ്ട, യേശുവിന് വേണ്ടി ആരും കരയേണ്ട. പക്ഷേ നശിച്ചു പോകുന്ന നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി കരയുവാൻ ഇന്ന് പകൽ പരിചയം ദേശത്തോട് അസന്നിഗ്ധമായി ഞാൻ വിളിച്ചു പറയുകയാണ്. കർത്താവ് യേശു കടന്നുപോയി. അങ്ങനെ 2 കള്ളന്മാർ നടുവിൽ കർത്താവ് യേശുവിനെ ക്രൂശിച്ചു. അങ്ങനെ ക്രൂശിച്ച സമയത്ത് കർത്താവ് യേശു വിളിച്ചു പറഞ്ഞു, യേശു ഉറക്കം വിളിച്ചു പ്രാണനെ വിട്ടു. എന്താണ് യേശു വിളിച്ചു വന്നതിന്റെ കാര്യം അറിയാമോ? അറിയണം. 2 കള്ളന്മാർ നടുവിൽ കിടക്കുന്ന യേശു പറഞ്ഞു, ഉറക്കം വിളിച്ച് പ്രാണനെ വിട്ടു. ഇന്ന് പകൽ ദേശത്തോട് വിളിച്ചു പറയുക, അന്ന് യേശു വിളിച്ച ഒറ്റ കാര്യം ഇതാണ്, ഇനി മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഇനി ഒരു കർമ്മങ്ങളും ശേഷിക്കുന്നില്ല, ഒരു യാഗങ്ങളും ശേഷിക്കുന്നില്ല. അവസാനത്തോട് രക്തം വരെ ഉറ്റിത്തന്നുകൊണ്ട് കർത്താവായ യേശു വിളിച്ചു പറഞ്ഞു, ഇന്ന് പകലില് ഇന്നവർ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഇന്ന് പകൽ ഈ രക്ഷ സൗജന്യമായി കൊടുക്കുന്നവരാണ് യേശുവിന്റെ മാർഗം. തീർന്നില്ല. കർത്താവ് യേശു മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഇന്നുപോലെ പറയട്ടെ, ഇന്നുപോലെ എന്തുകൊണ്ടാണ് ഞങ്ങൾ യേശുവിനെ പ്രസംഗിക്കുവാൻ ഞങ്ങൾ ആവശ്യമെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ സ്നേഹിത, അത് വിളിച്ചു പറയാം. ഇവിടുത്തെ അനേക മഹാന്മാർ മരണമെന്ന മഹാസത്യത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കി അനേകർ തോറ്റുപോയി. നിങ്ങൾക്കറിയാമോ? ലോകം കണ്ട മഹാന്മാരായ അലക്സാണ്ടറും പ്ലേറ്റോയും ജൂലിയസ് സീസറും ഹിറ്റ്ലറും മഹാത്മാഗാന്ധിയും ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും വാജ്പേയിയും അബ്ദുൽ കലാമും ഇവരെല്ലാം മരണമെന്ന മഹാസത്യത്തിന്റെ മുമ്പില് അവർ തോറ്റുപോയി. അവർ പറഞ്ഞു, ഞാൻ പോകുകയാ, ഞാൻ പോകുന്നത് നിങ്ങൾ കാര്യം ചെയ്യണം, എനിക്ക് വേണ്ടി ഇന്ന കാര്യം ചെയ്തേരെ, അല്ലെങ്കിൽ ഇന്ന കാര്യം എനിക്ക് വേണ്ടി ചെയ്യണം, എനിക്കൊരു സ്മാരകം പണിതേരെന്ന് അനേകം അവർ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഉയർത്തി കാണിക്കുന്ന കർത്താവ് യേശു പറഞ്ഞു, ഇല്ല, ഞാൻ പോയതുപോലെ ഞാൻ മരിച്ചാൽ അടക്കം തീരെയില്ല, ഞാൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും. ഉയർത്തെഴുന്നേൽക്കുക മാത്രമല്ല, യേശു പറഞ്ഞു, ഞാൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും. ഇന്ന് പകല് മരിച്ച് കല്ലറ കൊണ്ട് അവസാനിച്ച ഉയർത്തുന്നതല്ല, ഇന്ന് പോലെ കല്ലറയെ കൊണ്ട് അടച്ച് റോമ ഗവൺമെന്റിന്റെ ഇമ്പീരിയൽ മുദ്ര അടക്കപ്പെട്ട് സകലം പറഞ്ഞു സുവിശേഷം ഇവിടെ കൊണ്ട് തീർന്നു. എന്നാൽ 3-ാമത്തെ ദിവസം, ഹേ മരണമേ നിന്റെ ജയമെവിടെ, ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് 3-ാം നാൾ ഉയർത്തെഴുന്ന ഒറ്റ ഒരുവരേ ഉള്ളൂ. അവന്റെ പേരാണ് കർത്താവ് യേശു ക്രിസ്തു. ഇന്ന് പകല് ചങ്കുറപ്പോടെ ആവേശത്തോടെ നിന്നോട് വിളിച്ചു പറയാം, ഇന്ന് യേശു ഇന്നും ജീവിക്കുക. സ്നേഹിത പറയട്ടെ, കർത്താവ് യേശു 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. അതിനുശേഷം കർത്താവ് യേശു
താൻ സ്വർഗാരോഹണം ചെയ്തു. സമയത്ത് പറഞ്ഞു, ഞാൻ എന്തുകൊണ്ടാണ് ഈ കവലതോർ നിന്നുകൊണ്ട് ഞങ്ങളെപ്പോൾ ഒത്തിരി പേര് അനേക രാജ്യങ്ങളിൽ സംസ്ഥാനങ്ങളിലൊക്കെ നിന്നുകൊണ്ട് ഈ സുവിശേഷം പ്രസംഗിക്കുവാൻ എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ യേശു പറഞ്ഞു, നിങ്ങൾ പുറപ്പെടണം. നിങ്ങൾ പുറപ്പെട്ട് ദേശത്തെ കടന്നുപോയി സകലരോടും എന്നെ പ്രസംഗിക്കണം. ഇന്ന് മകൻ യേശു പറഞ്ഞ വാക്കിനെ മാനിച്ചാണ് ഈ ദേശത്തെ ഞാൻ അഭിസംബോധന ചെയ്യുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഈ ദേശത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. എന്താണ് സന്തോഷം എന്ന് ചോദിച്ചാൽ യേശു പറഞ്ഞു, പുറപ്പെട്ടു പോയി സകലരോടും ഈ സുവിശേഷം പറയണം. അതുകൊണ്ട് ഈ പരിചയം ദേശത്തോട് പറയുക, ഇതുപോൽ മറ്റൊരുത്തിനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരിൽ നോക്കപ്പെട്ട ഒറ്റ നാമമേ ഉള്ളൂ. ആ നാമത്തിന്റെ പേരാണ് യേശുവിന്റെ നാമം. ഇന്ന് പകല് ആ യേശുവിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുക. കർത്താവ് യേശു ഉയർത്തെഴുന്നേറ്റു. കർത്താവ് യേശു കടന്നുപോയി. ഇവിടെ ഒരു കാര്യം വാക്ക് നിർത്താം. ഒരു കാര്യം പറയാ, അധികം നാള് ഈ സുവിശേഷം പ്രസംഗിക്കാൻ ഇനി ഞങ്ങൾ ഈ ഭൂമി കാണത്തില്ല കേട്ടോ. ഒത്തിരി നാള് സ്നേഹിത മദ്യപാനം നിർത്തണം, കള്ളുകൂടെ നിർത്തണം എന്ന് പറയാൻ അധികം നാളുകൾ കാണത്തില്ല. കാരണം ഞങ്ങളുടെ യേശു മടങ്ങി വരാറായി. ഞങ്ങളുടെ യേശു മടങ്ങി വരാറായി. താമസമല്ല, ലോകസഭ മുഴുവൻ വിളിച്ചു പറയുന്നു യേശു മടങ്ങി വരാറായി. യേശുവോട് ചോദിച്ചു അതെപ്പോ സംഭവിക്കും? യേശു പറഞ്ഞു, ഒന്നാമത് യുദ്ധം, ക്ഷാമം, ഭൂകമ്പം ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഓർത്തോണം യേശുവിന്റെ മടങ്ങി വരവായി. അതുകൊണ്ട് ഇന്ന് പകൽ ഒരു നിമിഷം എത്ര പേർക്ക് യേശുവേ ഇന്ന് പകൽ നീ പാവത്തെ ജീവിക്കുന്ന വ്യക്തിയാണോ? ഇന്ന് പകൽ യേശു നിന്നെ സ്നേഹിക്കുക. ഒരു നിമിഷം നീ ആരാണെന്ന് അറിയണ്ട, നിന്റെ ജാതിയോ വർഗമോ വർണ്ണമോ ഒന്നും അറിയണ്ട. ഒരു കാര്യം, യേശുവേ എന്റെ പാവിയായ മനുഷ്യനാ. എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ നാളുകളായി മദ്യത്തിന് അടിമയായി. എന്റെ ഭാര്യ എന്നെ ഉപേക്ഷിച്ചു, എന്റെ മക്കൾക്ക് എന്നെ വേണ്ട, എല്ലാവരും തള്ളിക്കളഞ്ഞു. ഇനി ആത്മഹത്യ മാത്രമേ ചിന്തിച്ചിരിക്കുന്നെങ്കിൽ സ്നേഹിത ആത്മഹത്യ ചെയ്യരുത് കേട്ടോ. സ്നേഹിത ആത്മഹത്യ ചെയ്യരുത്. നിന്നെ സ്നേഹിക്കുന്ന ഒരുവരുണ്ട്, അവന്റെ പേരായ യേശു. ഇന്ന് മുതൽ ആർക്കും തന്നെ വേണ്ടായിരിക്കാം, പക്ഷെ ഇന്ന് മുതൽ യേശുവിന് തന്നെ ആവശ്യമുണ്ട് കേട്ടോ. ഇന്ന് മുതൽ യേശുവിന് ആവശ്യമുണ്ട്. ഒറ്റ കാര്യം തന്നെ വാക്യം നിർത്തും. നിങ്ങൾക്കറിയാമോ, നമ്മുടെ കേരളത്തിന്റെ തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്ത് അവിടെ സ്ഥലമുണ്ട്. ആ സ്ഥലത്തിന്റെ പേര് പറയും ചെങ്കൽശ്ശേരി എന്ന് പറയും. അവിടെ പകല് പോലും സ്ത്രീകൾക്ക് നടക്കുവാൻ കഴിയാതെ പല ക്രിമിനലുകൾ സഞ്ചരിക്കുന്ന കാലം. അവിടെ അറിയപ്പെടുന്ന ഒരു ക്രിമിനലായ മനുഷ്യനുണ്ട്. ആ മനുഷ്യന്റെ പേരാണ് തേറ്റ അനി എന്ന് പറയും. ആ മനുഷ്യനെ കുറിച്ച് പറഞ്ഞിങ്ങനെയാണ്, പോലീസുകാർ അവർക്ക് ഇഷ്ടം അടിച്ചു, ഇടിച്ചു, ജയിലിനകത്തിട്ടു, ഒത്തിരി പെറ്റ് കേസുകൾ കൊടുത്തു, പല ജീവിതത്തിന് മറ്റം വന്നില്ല. എന്നാൽ ഒരു കാര്യം കേൾക്കണമോ, ഞങ്ങളെ പോലുള്ള ആളുകള് സുവിശേഷത്തിന് വചനമായി അവിടെ കാലുകുത്തി. കേൾക്കണമോ, തെറ്റാനി എന്ന് പറഞ്ഞ മനുഷ്യൻ സുവിശേഷത്തിന് മുമ്പിൽ മുട്ടുമടക്കി ഇന്ന് കുഞ്ഞാടിനെ പോലെ ഞങ്ങളെ പോലെ കവർ തോറുന്നത് കൊണ്ട് യേശുവിനെ പ്രസംഗിക്കുക. ഇന്ന് പോലെ മറന്നു പോകരുത് സ്നേഹിത. ഇന്ന് പോലെ ഞങ്ങളുടെ ശക്തമാണ് പറയുക, ഞാൻ ഉയർത്തുന്ന കർത്താവ് അപ്പൊ മരിച്ച കല്ലകൾ തീർന്നവനല്ല, ഇന്ന് നമുക്ക് വേണ്ടി ജീവിച്ച് നമുക്ക് വേണ്ടി പിതാവിന്റെ വലതു ഭാഗത്ത് മധ്യസ്ഥ ചെയ്യുന്ന ഒറ്റ ഒരുവനേ ഉള്ളൂ. അവനെയാണ് ഇന്ന് പകൽ ഈ ദേശത്ത് ഞാൻ ഉയർത്തുന്നത്. അവന്റെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു. ഇന്ന് പകൽ ഒന്ന് പറയാൻ കഴിയുമോ, യേശുപ്പ എനിക്ക് ആ യേശുവിനെ വേണം. എന്റെ ഹൃദയത്തിന്റെ അകത്ത് ഇന്ന് എനിക്ക് യേശുവിനെ ഞാൻ സ്വീകരിക്കാൻ ആഗ്രഹിക്കുക. നീ ആരാണെന്നും ഇവിടെ അറിയണ്ട, നീ എന്തിനാ ഒരു കാര്യം ഇവിടെ അറിയണ്ട. ഇവിടെ നിൽക്കുന്ന ഇരിപ്പിടത്തിൽ നിന്നുകൊണ്ട് ഇത് മതം മാറ്റുന്ന പരിപാടിയല്ല, ഒന്നുമല്ല. ഒരു നിമിഷം ആ യേശു എന്റെ ഹൃദയത്തിന്റെ അകത്തേക്ക് ഒന്ന് വർണ്ണം. എത്ര പേർക്ക് പറയാൻ കഴിയും ഇന്ന് പകൽ ഒരു നിമിഷം, യേശുപ്പ എനിക്ക് അങ്ങേ വേണം. നിനക്കറിയാതെ വാക്കിലൂടെ നിർത്തുകയാണ്. പക്ഷെ ഒറ്റ നിമിഷം ഒരു കാര്യം ശക്തോട് പറയുക, ഇന്ന് യേശു നിങ്ങളെ സ്നേഹിക്കുക കേട്ടോ. ആ യേശുവിന്റെ സ്നേഹം നിങ്ങളെ മാടി വിളിക്കുക കേട്ടോ. ഇന്ന് നിങ്ങൾ ദേശമായി പറയട്ടെ, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരുവരുണ്ട്. നിനക്കറിയാമോ, ഒരു തൊഴിലില്ലാത്ത ആളല്ല ഞങ്ങള്. ഞാൻ ഓട്ടോ ഓടിക്കുന്ന ഒരു വ്യക്തിയാ. എന്റെ സ്ഥലത്ത് ഞാൻ ഓട്ടോ ഓടിക്കുന്ന ഒരു വ്യക്തിയാ. അതുകൊണ്ട് ഞാൻ ഇന്നത്തെ ദിവസം ഓട്ടോ ഒക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ നിങ്ങൾ അഭിഷേകം എനിക്ക് വലിയ ഒന്നും ഉണ്ടായിട്ടല്ല. എന്നെ രക്ഷിച്ച, എന്നെ വിടുവിച്ച യേശുവിനെ പരസ്യമായി ഈ ദേശത്ത് ഉയർത്തുന്നതിൽ വേറെ ഒരു സന്തോഷം എനിക്കില്ല. അതുകൊണ്ട് ഇന്ന് പകൽ ഞാൻ വാക്കിൽ നിർത്തുകയാണ്. ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞ വാക്കിൽ നിർത്താം. സ്നേഹിത, സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് അനേകരെ നിനക്കറിയാമോ, സുവിശേഷം പ്രസംഗിച്ച കാരണത്താൽ അനേകരെ സിംഹത്തിന് ഗുഹയ്ക്കകത്തിട്ട് കളഞ്ഞു, അനേകരെ കഴുത്തറച്ചു കളഞ്ഞു, അനേകരെ തീയ്ക്ക് ചുട്ടു കളഞ്ഞു, അനേകരെ കഴുത്ത് വെട്ടിമാറ്റി, അനേക ചാണകം തിന്നേണ്ടി വന്നു, അനേകരെ പച്ചവെള്ളം കൊടുക്കാതെ നാട്ടിൽ നിന്ന് പുറത്താക്കി. ഇന്ന് അതുകൊണ്ടൊന്നും സുവിശേഷത്തിന് ശക്തി തീർന്നിട്ടില്ല. ഇന്ന് പകൽ ഈ പ്രസംഗിക്കുന്ന ഞങ്ങൾക്കെതിരെ നിങ്ങൾക്ക് അയാൾ അടിച്ചാലോ ഇടിച്ചാലോ ഞങ്ങൾക്ക് വേണ്ടി എന്ത് പദ്ധതി ഇട്ടാലോ, പക്ഷേ പ്രസംഗിക്കുന്ന സിന്റെ ചിലപ്പോൾ ഇവിടെ തീരുമായിരിക്കും. ഇവിടെ സുവിശേഷം ഇവിടെ കൊണ്ട് തീരത്തില്ല. സുവിശേഷത്തിന്റെ ജൈത്രയാത്ര അത് തുറന്നുകൊണ്ട് തന്നെ ഇരിക്കും.
ഇന്ന് പകൽ ശക്തമായി വിളിച്ച് പരിചയം ദേശത്തോട് പറയുക, ഇന്ന് പകൽ നിന്നെ സ്നേഹിക്കുന്ന ഒരുവരുണ്ട്, അവനെയാണ് ഉയർത്തുന്നത്, അവനെയാണ് കർത്താവ് യേശു ക്രിസ്തു. അവർ ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഒരു നിമിഷം യേശുപ്പാ, എനിക്ക് ആ കർത്താവിനെ വേണം. ഇന്ന് പകൽ ഞാൻ അങ്ങനെ സ്നേഹിക്കുക. ഇന്ന് പകൽ യേശുപ്പാ, ഞാൻ ഒരു പാപിയായ മനുഷ്യനാണ്, എന്റെ കുടുംബത്തിൽ സമാധാനമില്ല, എനിക്ക് രാത്രി ഉറങ്ങാൻ പോലും കഴിഞ്ഞിട്ടില്ല, ഡോക്ടർമാരൊക്കെ എന്നെ ഉപേക്ഷിച്ചു, രോഗത്തിന്റെ കാരണം എന്നെ പറഞ്ഞു മാറ്റി നിർത്തി, എന്റെ മക്കൾക്ക് എന്നെ വേണ്ട, ഭാര്യയ്ക്ക് വേണ്ട, ഭർത്താവിന് വേണ്ട, നീയായിരിക്കുന്നു. ഇന്ന് പകൽ യേശുവിന് ആവശ്യമുണ്ട് കേട്ടോ. ഇന്ന് പകൽ അక్కడ ഒന്നും വിഷയം ചെയ്യും, ആ ഹൃദയത്തോട് കൈ ചേർത്ത് പിടിച്ചേ. യേശുപ്പാ, ഞാൻ പാവിയായ മനുഷ്യനാണ്, ഞാൻ ഒരു നിമിഷം നിങ്ങളോട് പ്രാർത്ഥിക്കുക. ഞാൻ സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല പിതാവേ, ഇന്നു പകൽ ഈ പനിച്ചയൻ ദേശത്ത് കർത്താവിനെ കടന്നു പോകുമല്ലോ, ഇവിടെ ശാന്തമായി ഞാൻ ശ്രമിച്ച ഞങ്ങളുടെ ഒത്തിരി സഹോദരന്മാർ കർത്താവേ, ഓട്ടോ ഓടിക്കുന്നവരുണ്ട് കർത്താവേ, വ്യാപാര വ്യവസായങ്ങളുണ്ട് കർത്താവേ, ഞങ്ങളുടെ ഇവിടെ നീ ശ്രമിച്ച എല്ലാ കർത്താവേ നല്ല സഹോദരന്മാർക്കായി സ്തോത്രം. കർത്താവേ, നീ ഒരു അനുഗ്രഹിക്കണം കർത്താവേ. അവർക്ക് ഏതെങ്കിലും ഭാരപ്പെടായിരിക്കുന്നുവെങ്കിൽ ഇന്ന് അവരെല്ലാ ഭാരങ്ങളും മാറ്റണം കർത്താവേ. ഇന്നു പകൽ കർത്താവേ, രോഗത്താൽ ഭാരപ്പെട്ട ആയിരിക്കുന്നുവെങ്കിൽ ഇന്ന് യേശുവിന്റെ സൗഖ്യം അവിടെ വ്യാപരിക്കണം. കർത്താവ്, ആരെങ്കിലും ഈ ശബ്ദപരിധിക്കുള്ളിൽ കർത്താവിനെ ശ്രമിക്കുന്ന ആരെങ്കിലും ആത്മഹത്യയെ കുറിച്ച് ചിന്തിച്ചിരിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽ എല്ലാ ആത്മഹത്യ പ്രവണതകൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഇന്ന് വലിയ സൗഖ്യം യേശുവിന്റെ നാമത്തിൽ നടക്കട്ടെ. ഇന്ന് പകൽ ഈ ദേശത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ കൃഷി സമ്പത്തും മൃഗസമ്പത്തും സർവത്തെയും യേശുവിന്റെ നാമം ചൊല്ലി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, പ്രാർത്ഥനയായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു, യേശു ക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു, യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനെ നൽകുന്നു. അവൻ രാജാതി രാജാവായി വേഗം വരുന്നു. അവനെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതുവരെ ഞങ്ങൾ ശ്രമിച്ച ഇതാണ് എല്ലാവരോടും ഹൃദയത്തെ നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. സന്തോഷം.